Guys, welcome to our YouTube channel. എൻ്റെ പേരാണ് സഞ്ജയ്, എൻ്റെ കൂടെ ഇരിക്കുന്ന പേരാണ് ദർശൻ. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് കളിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ദർശ ലെജൻസ് അല്ല ലെജൻസ് ആണ്. ഗൈസ് ഇവൻ നല്ല പൊട്ടനായത് കാരണം സോ നിങ്ങൾ എത്ര വയസ്സുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അത് ജസ്റ്റ് ഒരു ചാലഞ്ചാണ് ഗൈസ്. നിങ്ങൾ ഏത് വയസ്സാണ് അധികം വിൻ ചെയ്ത ആ വയസ്സിന് ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. കുറച്ച് റോബക്സ് കൊടുക്കുന്നുണ്ട്. ഒരു എത്ര കൊടുക്കാം ദർശ? 100 രൂപ കൊടുക്കാം അല്ലേ? 100 റോബക്സ് കൊടുക്കും. അപ്പോൾ വേഗം ഏജ് വീഡിയോ ചെയ്യുക, യൂസർ നെയിം തരുക, എല്ലാവരും തരുക. സോ ഗൈസ്, ഞാൻ എന്തോ ഇപ്പോൾ സ്ട്രക്കായി, നിങ്ങൾ കണ്ടില്ലേ? ഓക്കെ, എൻ്റെ വണ്ടി വണ്ടി മോനെ, എൻ്റെ വണ്ടി ഫുൾ ഓൾട്ടർനേഷൻ. ഗൈസ്, നിങ്ങളുടെ വയസ്സ് എത്രയാ കമൻറ്റ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. റൊണാൾഡോ ഫാൻസ് എന്താ ചെയ്യണം? സബ് ചെയ്യുക. മെസ്സി ഫാൻസ് ലൈക്ക് ചെയ്യുക. ആരാണ് വിൻ ചെയ്യുന്നത് നോക്കാം. എൻ്റെ എംബാപ്പെ ഫാൻസ് ഷെയർ ചെയ്യുക. നെയ്മർ ഫാൻസാണ് ഷെയർ. എംബാപ്പെ ഫാൻസ് ഒന്നും ചെയ്യണ്ട നല്ല കമൻറ്റും ചെയ്യുക. കമൻറ്റ് എംബാപ്പേന്ന് ഓൾസോവും കൂടി ഇട്ടോളൂ ഗൈസ്. എംബാപ്പെ കരയും. ഞാൻ ഹാളൻഡും കരയും ഗൈസ്. അതുകൊണ്ട് ഹാളൻഡ് ഫാൻസ് ഒക്കെ ചെയ്യുക. അപ്പോൾ കമ്മ്യൂണിറ്റീനെ ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് ആരാണോ അധികം സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഒരു 10 വീഡിയോ ഞങ്ങൾ ഇടും ഈ ആഴ്ചയിൽ. ഈ ആഴ്ചയിൽ നിങ്ങൾ 10 വീഡിയോകളും 10 സബ്സ്ക്രൈബേഴ്സ് എല്ലാ വീഡിയോയിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ബെസ്റ്റ്. പിന്നെ ഏതും തരണേ. സോ ഓൾസോ ലൈക്ക് മാത്രമല്ല ഒന്നും കൂടി ഉണ്ട് ഗൈസ്. ഞാൻ ഇപ്പോൾ തത്തടിച്ചു. അതെന്താ ദർശ? സബും ചെയ്യണം. സബ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഞങ്ങൾ മെയിനായിട്ട് റോബക്സ് കൊടുക്കുക. ഈ 10 ആഴ്ചയായി ലൈക്ക് ചെയ്യുന്നവർക്കും 50 റോബക്സ് കൊടുക്കാം. 50 ഒരു 50-50 കൊടുക്കാം. ഗൈസ്, ഞാൻ സത്യമാണ് പറയുന്നത്. സത്യസന്ധന്മാരെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇങ്ങനത്തെ പ്രാങ്ക് പൊട്ടന്മാർ ഇങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനലല്ല ഞങ്ങളുടെ ലക്ഷ്യം പീപ്പിൾസിനെ കള്ളം ആക്കരുതേ എന്നാണ്. പീപ്പിൾസ് നിങ്ങൾ പീപ്പിളിനെ നമ്മളാണ് സൂക്ഷിക്കണം. കള്ളം പറഞ്ഞ് നമ്മളുടെ വീഡിയോസ് അൺസബ്സ്ക്രൈബ് ചെയ്യാനാണ് നമ്മളെ സമ്മതാക്കുന്നത്. പക്ഷെ നമ്മൾ ഈ കുറേ ആൾക്കാരൊക്കെ എന്തറിയുക ഗൈസ്, ഈ കുറേ ആൾക്കാരുകൾ പറയും ട്രോളിങ് വീഡിയോസ് ഇല്ലേ. അപ്പം ഞാൻ ഒരു വീഡിയോ കളിക്കുന്നുണ്ട്. ആ വീഡിയോ ഒരാളെടുത്തിട്ട് ട്രോളിടും. സോ അങ്ങനത്തെ ട്രോളുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. കുറേ മലയാളി ചാനൽസൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ട്രോൾ ചെയ്യുമ്പോൾ നിങ്ങളായിരുന്നു ലൈക്ക് കൊടുക്കുന്നത്. ഇവിടെ ഞങ്ങൾ കഷ്ടപ്പെട്ട് എഡിറ്റിങ് ചെയ്ത് വീഡിയോ ഇടുന്ന ഞങ്ങൾക്കിട്ട് ഞങ്ങൾ എത്ര സന്തോഷപ്പെടുന്നു. അവർ വെറുതെ ഒരു ട്രോൾ ഇട്ടിട്ടല്ലോ ആണ്, പക്ഷെ അത് ഞങ്ങൾക്കല്ലേ ബാധിക്കുന്നത് ഇല്ലേ ദർശ? ഞങ്ങൾ പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, മെസ്സിയോ റൊണാൾഡോ. നിങ്ങൾ പോയി നോക്കുക. വീഡിയോ അല്ല സോറി ഷോർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഓ ഗായ്സ്, നമ്മൾ പൊട്ടിത്തെളിച്ചു. ദർശൻ വേറെ ആരെയോ റൈസ ഞാൻ ബീച്ചിലാണ് ഗൈസ്. നമ്മൾ അടിപൊളി സ്ഥലത്തിലാണ്. വാവ്, രാത്രി ആയില്ല ഗൈസ്. നമുക്ക് ഇതാണ് അടിപൊളി. ഓ എൻ്റെ മോനെ, കണ്ണ് കാണാൻ പറ്റില്ല ഗൈസ്. നിങ്ങൾ ആ ഉള്ളിൽ ഇട്ടിരിക്കുന്ന കളർ എങ്ങനെയാണെന്ന് നോക്കി പറയുക. ഞാൻ ഡെസ്കൗണ്ട് കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കല്ലേ ഗൈസ്. നമ്മൾ ഷിപ്പ് ഏരിയ കഴിഞ്ഞല്ലേ ഗൈസ്. നമ്മൾ നല്ല സ്പീഡ്. അതിന് എൻ്റെ മോനെ സീൻ ഗൈസ്, ഗൈസ് നിങ്ങളെ വിശ്വസിച്ചാണ് ഈ വീഡിയോ ഒന്ന് ഇട്ടിരിക്കണേ.
സബ്സ്ക്രൈബ്സ് വരുമോ? സോ ദർശൻ്റെ പിറന്നാളാണ് നാളെ ഗൈസ്. കറക്റ്റ് അല്ലേ ദർശ? അതിനു വേണ്ടി ഒരു എനിക്കൊരു ഗിഫ്റ്റ് മതി നിങ്ങൾക്ക്. വീഡിയോ എൻജോയിങ് അല്ല, അത് നിങ്ങൾ എൻജോയ് ചെയ്തേ തീരുള്ളൂ. ബിക്കോസ് ഞങ്ങൾ അങ്ങനെയാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. നിങ്ങളൊരു സബ്സ്ക്രൈബ് കിട്ടാൽ മതി ഇല്ലേ ദർശൻ്റെ ഗിഫ്റ്റ്? ഒരു ലൈക്കോ. വീഡിയോസ് നല്ല നോക്കുക, ലൈക്ക് ഇടുക, സബ്സ്ക്രൈബ് ഇടുക, എല്ലാതും ചെയ്യുക. ഞങ്ങൾ ഡെക്കറേഷനും കേക്കൊന്നും ഓർഡർ ചെയ്താൽ നിങ്ങൾക്കൊന്നൊരു വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക ഗൈസ്, ദർശൻ്റെ പിറന്നാളായിട്ട് ഇല്ലേ ദർശ? ഞങ്ങൾക്കൊരു ഓർഡർ ഉണ്ട്, പോയി മേടിക്കണം. ബൈക്ക് പോയിട്ട് രണ്ടുപേരും. നമ്മൾ കുട്ടികളല്ല, നമ്മൾ ഒരു വലിയ 15 വയസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ നമുക്ക് കുട്ടികളുടെ വോയിസ് ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ചെറുതുന്ന് അങ്ങനെയാ ഇല്ല ദർശ? ഞങ്ങൾക്ക് ഒരു വിറ്റമിൻ പ്രോബ്ലമാണ്. വട്ടായി തോന്നുന്നു. വിറ്റമിൻ പ്രോബ്ലം അല്ലേ ഇത്? ഇല്ല, വേറെ പ്രോബ്ലം. എനിക്കൊന്നും അറിയില്ല, ദർശനാണ് അടുത്ത സോ നമ്മളും ബ്രദേഴ്സാണ്. ഞങ്ങൾ സഹോദരന്മാരാ. ഗൈസ് ഒരു കാര്യം പറയണം, എൻ്റെ വയസ്സ് 15 വയസ്സ്. ഞാൻ ഇപ്പോൾ 10ാം ക്ലാസ് ഒക്കെയാണ്. 10ാം ക്ലാസ് എക്സാമൊക്കെ കഴിഞ്ഞു, പബ്ലിക് എക്സാം അല്ലേ ദർശൻ? ബോർഡ് എക്സാമൊക്കെ കഴിഞ്ഞു. ബോർഡ്. സോ ഞങ്ങൾ കഴിഞ്ഞിട്ട് ആ വെക്കേഷനാണ് ഇരുന്ന് കളിക്കുന്നത്. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ, 10ാം ക്ലാസ് കഴിഞ്ഞാൽ എക്സാം വിടുമെന്ന് കമൻറ്റിലൊന്ന് പറയണം. പിന്നെ സഞ്ജയ്, നീ എവിടെയാ? ഐ എം ഇൻ ഡെസേർട്ട്. ഗൈസ് പ്ലീസ് സപ്പോർട്ട്. ഷിപ്പേരിയ എത്തിയോ? നോ. ഷിപ്പേരിയ എത്തിയാ നീ റേസിംഗ് അവിടെ വാട്ടോ, നമുക്ക് രണ്ടുപേർക്കും റേസ് ചെയ്യാം. ഷിപ്പോ? റേസിംഗ് ഏരിയ അവിടെയോ? ടെലപോർട്ട് ചെയ്യണം. എവിടേക്ക്? സോ ഞാൻ ഒരു ബൈക്ക് ഓടിക്കാൻ പോവാം ഗൈസ്. ബൈക്കിൻ്റെ അവിടെ ഞാൻ വരും. കുറച്ച് പൈസ ഉണ്ടാക്കണം, നല്ല സ്പീഡിൽ പോയി പൈസ ഉണ്ടാക്കട്ടോ. ഇപ്പം തന്നെ പൈസ ഉണ്ടാക്കി കഴിഞ്ഞു. അയ്യോ ഗൈസ്, വണ്ടി എന്താ സ്റ്റോക്കഡായി. ഓക്കെ ഗൈസ്, നമ്മൾ പൈസ ഉണ്ടാക്കി. വണ്ടി സ്റ്റഡം ബ്രേക്ക്. ഓമനെ നല്ല ഡ്രിഫ്റ്റില്ല ഗൈസ്. ഗൈസ് നാല് ദർശൻ്റെ പിറന്നാൾ ഹാപ്പി ബർത്ത്ഡേ പറയുക കമൻറ്റിൽ നിങ്ങൾക്ക് കുറേ പറയാനുണ്ടാവും. സോ പറയുക. ദർശന് നമ്മൾ അളിഞ്ഞ മുട്ടയൊക്കെ തേച്ച് ഇത് കൊടുക്കാം. സഞ്ജയ്, നീ എവിടെയാ? കാണാനില്ലല്ലോ. നമ്മൾ ട്വിൻസ് അല്ല, നമ്മൾ വേറെ വേറെ ആൾക്കാരാണ്, പക്ഷെ ബ്രദേഴ്സ് ആണ്. ഒരു 2 മാസം കഴിഞ്ഞ് ജനിച്ച ആൾക്കാരാ. 2 ദിവസം അല്ല 2 മാസം. ഞാൻ മെയ് അല്ലേ. ഈ സഞ്ജയ് എവിടെയാ? ഞാൻ ബൈക്ക് കടയിൽ കാണാനില്ലല്ലോ. പിന്നെ എന്താ, ഞാൻ അറിയാതെ അപ്പുറത്തെ കടയിൽ പോയതാ. ഹലോ ദർശക് കുട്ടപ്പ. ഹലോ. നമ്മൾ ഏത് ബൈക്ക് ഓടിക്കാമെന്ന് കമൻറ്റിൽ പറയും. ഇഷ്ടപ്പെട്ടോന്ന് പറയാം ഗായ്സ്. ഈ ബൈക്കേ ഉള്ളൂ. ഇതെന്ത് ബൈക്കാ? ഇല്ല ഗായ്സ്, ഏത് ബൈക്ക് ഓടിക്കാൻ പ്രശ്നം? ഇതാണ് വേണ്ടേ. ഇത് നല്ല സ്പീഡും നല്ല
ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ വെച്ചോളൂ. പക്ഷെ എൻ്റെ അടുത്ത് അത്രയ്ക്ക് പൈസ ഇല്ല. അങ്ങനെ ഒരു ഇത് മതിയോ? അല്ല, നല്ല നല്ല സ്പീഡുള്ളത് വെച്ചു. ഓ ഗായ്സ്, നമ്മൾക്ക് നല്ല സ്പീഡ് വേണം. ഇത്രയൊക്കെ ഉള്ളൂ. ഇത് 108 പൗണ്ട്. ഇത് നമ്മൾക്ക് 120 പൗണ്ട്. പക്ഷേ 147 100 ഇത്ര 100 ഇത്ര ഇത് ഇത്ര. ബട്ട് നമ്മൾക്ക് ആവശ്യം ഇതാണ്. ബട്ടിൽ എൻ്റെ കാറിൻ്റെ പൈസ എത്ര? എൻ്റെ കാർ സെല് ചെയ്താലോ? സെൽ യെസ്. സോ ഞാൻ സെല് ചെയ്തു. ഒരു അടിപൊളി ബൈക്ക് ഞാൻ ഓടിക്കാൻ പോവാം. 367 ഉണ്ട്. എത്ര പൈസ ഉണ്ട്? ഞാൻ എൻ്റെ കാറ് വിറ്റു പൈസ. ദർശന വന്ന് പിക്കപ്പ് ചെയ്യും. എൻ്റെ കാറ് വിറ്റു. ഓക്കെ, നേരെ തന്നെ ആ കാർ നിർത്തുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. കാർ വെച്ച സ്ഥലത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. നീ എന്താ റൈഡിന് പോവാ? ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ റൈഡിന് വന്നിട്ട് പോവാം. ഓക്കെ, ടെസ്റ്റ് കാർ ഓടിക്കാൻ പോയി. എൻ്റെ കാർ സോ ഗൈസ്, എനിക്കൊരു വണ്ടി വേണം. എൻ്റെ അടുത്ത് വണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. സോ നമ്മൾ ഈ കാറാണ് ഓടിക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, ദിസ് ഈസ് അവർ കാർ. പുതിയ കാറാണ്. സഞ്ജയ് അവിടെ നിൽക്കും, ഞാൻ വരാം. വണ്ടി ഗൈസ്, നമ്മുടെ പുതിയ കാർ. ബുള്ളറ്റ് എൻ്റെ മോനെ. കുറച്ച് ഓൾട്ടർനേഷനൊക്കെ ചെയ്യാം. ഞാൻ അവിടെ ഇതൊക്കെ നോക്കാൻ വന്നു. എവിടെ? ഇതാ. സോ നമ്മുടെ വണ്ടി കുറച്ച് അൾട്രനേഷൻ നോക്കാം. എനിക്ക് പെയിൻറ്റിങ് മാത്രം മതി കാറിന്. സ്കിൻസ് കളർ നമുക്ക് പൈസ കുറവാണ്. നമ്മൾ പൈസ കിട്ടിയിട്ട് നമ്മളൊന്ന് മേടിച്ചോളാം. ഇപ്പൊ ഞാനും സഞ്ജയ് റേസിന് പോവാ. റേസ് അല്ല, ഒരു റൈഡ്. റേസ് പോലത്തെ റൈഡല്ല, റൈഡ്. വണ്ടി അങ്ങനത്തെ. എനിക്ക് ഹാൻഡ്ലിങ് കഷ്ട ഫോൺ നിർത്താം. ദർശൻ ലാപ്ടോപ്പ് കൊണ്ട് പറഞ്ഞുകൊണ്ട് നോക്കുക. പക്ഷെ ഈ വണ്ടി നല്ല ഹാൻഡ്ലിങ് ഉണ്ട്. ഇനി ദർശനെ കാണാൻ പറ്റുന്നുണ്ട്. സ്മൂത്ത് ആയിട്ട് നമ്മൾ വളയ്ക്കാൻ വേണ്ടി. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അയ്യോ ഗൈസ്, വണ്ടി ക്രാഷ്ഡായി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഞാൻ നിങ്ങളുടെ സഞ്ജയ്. ദിസ് ഈസ് ദർശൻ. താങ്ക് യു ഫോർ വാച്ചിങ്. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാം.